KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മദ്രസാധ്യാപകന്റെ കൊലപാതകം അന്വേഷണം ഊർജിതം. 30ഓളം പേർ പോലീസ് കസ്റ്റഡിയിൽ. കാസർഗോഡ് ഹർത്താലിനിടെയുണ്ടായ സംഘർഷത്തിൽ 200-ലേറെ പേർക്കെതിരെ കേസ്. ഏരിയാലിൽ പോലീസ് അക്രമം നടത്തിയെന്നാരോപിച്ച് വ്യാപാരികൾ ഹർത്താൽ ആചരിച്ചു. മദ്രസാധ്യാപകന്റെ കൊലപാതകം രാഷ്ട്രീയ മുതലെടുപ്പിന് ചിലർ ശ്രമിക്കുന്നുവെന്ന് BJP. പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആസൂത്രിത ശ്രമമെന്നും ആരോപണം. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ. അടച്ചുറപ്പുള്ള ശുചിമുറിയോ ചുറ്റുമതിലോ ഇല്ലാതെ ദുരിതം പേറി വിദ്യാർത്ഥികൾ. മാർച്ച് 22 ലോക ജലദിനം. പ്രാണജലം പോലും കിട്ടാതാകുന്ന കാലത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും ജലസ്രോതസ്സുകൾ മലിനമാകുന്നതിനെതിരെ ബോധവൽക്കരണം നടത്തിയും ലോകമെങ്ങും ആരോഗ്യ സംഘടനകളും പരിസ്ഥിതി സൗഹൃദ സംഘങ്ങളും ജലദിനം ആചരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പഴയചൂരിയിൽ മുഹയുദ്ദീൻ ജുമാ മസ്ജിദിൽ മദ്രസാധ്യാപകൻ വെട്ടേറ്റു മരിച്ച സംഭവത്തിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ഡോക്ടർ A ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന നടത്തി. കൊലക്കേസ് പ്രതികളടക്കം 30ഓളം പേർ കസ്റ്റഡിയിൽ. പഴയചൂരിയിൽ മുഹയുദ്ദീൻ ജുമാ മസ്ജിദ് മുറിയിൽ മദ്രസ അധ്യാപകൻ വെട്ടേറ്റു മരിച്ച സംഭവത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ഡോക്ടർ A ശ്രീനിവാസനാണ് അന്വേഷണ ചുമതല. അന്വേഷണ സംഘം രാവിലെ ചൂരിയിലെ ജുമാ മസ്ജിദ് പള്ളിയിലെത്തി പരിശോധന നടത്തി. മാനന്തവാടി ജോയിന്റ് SP G ജയദേവ്, DYSP മോഹനചന്ദ്രൻ നായർ, CIമാരായ PK സുധാകരൻ, K അബ്ദുൾ റഹീം തുടങ്ങിയവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണ സംഘം പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന നടത്തുകയും പ്രദേശവാസികളോട് വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് മടിക്കേരി എരുമാട് സ്വദേശിയും 9 വർഷമായി ഇസത്തുൽ ഇസ്ലാം മദ്രസയിൽ അധ്യാപകനുമായി ജോലി ചെയ്യുന്ന റിയാസ് അർദ്ധരാത്രിയിൽ കിടപ്പുമുറിയിൽ വെട്ടേറ്റു മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ഹർത്താൽ ആചരിക്കുകയും ചെയ്തിരുന്നു. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പലയിടങ്ങളിലും സംഘർഷമുണ്ടായി. ഈ ഘട്ടത്തിലാണ് ഉയർന്ന ഉദ്യോഗസ്ഥരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണങ്ങൾ തടയുവാനും സംഘർഷം പടരാതിരിക്കുവാനും വേണ്ടി പ്രത്യേക നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും കനത്ത സുരക്ഷയും ഒരാഴ്ചത്തേക്ക് ജില്ലയിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം കൊലക്കേസ് പ്രതികളടക്കം 30ഓളം പേരെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ചൂരിയിൽ മദ്രസാധ്യാപകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് ആഹ്വാനം ചെയ്ത ഹർത്താൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് 200-ലധികം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അതേസമയം ഏരിയാലിൽ പോലീസ് കടകൾക്ക് നേരെ അക്രമം നടത്തിയെന്നാരോപിച്ച് വ്യാപാരികൾ ബുധനാഴ്ചയും കടകളടച്ച് ഹർത്താൽ ആചരിച്ചു. മദ്രസാധ്യാപകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ലീഗ് കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ഹർത്താൽ ആചരിച്ചത്. എന്നാൽ പലയിടങ്ങളിലും സംഘർഷമുണ്ടായി. ചളിയങ്കോട്, വിദ്യാനഗർ, ചൌക്കി, ചെമ്മനാട്, കാസർഗോഡ് തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് 200-ലധികം പേർക്കെതിരെ കേസെടുത്തത്. ചളിയങ്കോടിൽ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ 100 പേർക്കെതിരെ കേസെടുത്തു. കൂടാതെ വാഹനങ്ങൾ തടഞ്ഞ് യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിലും കേസെടുത്തിട്ടുണ്ട്. അതേസമയം ബന്ദിയോട് ഏരിയാലിൽ കടകൾക്ക് നേരെ പുറത്തുനിന്നും വന്ന പോലീസുകാരിൽ ചിലർ അക്രമം നടത്തിയെന്നാരോപിച്ച് വ്യാപാരികൾ ബുധനാഴ്ചയും കടകളടച്ച് ഹർത്താൽ ആചരിച്ചു. മദ്രസാധ്യാപകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത്. കൊലപാതകം വർഗീയവൽക്കരിക്കാനും സംഘപരിവാറിന്റെ തലയിൽ കെട്ടിവയ്ക്കാനുമുള്ള ഗൂഢാലോചന നടക്കുന്നതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ചൂരിയിൽ മദ്രസാധ്യാപകന്റെ കൊലപാതകം വർഗീയവൽക്കരിക്കാനും സംഘപരിവാർ സംഘടനകളുടെ തലയിൽ കെട്ടിവെക്കാനുമുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നതെന്ന് അഡ്വക്കേറ്റ് K ശ്രീകാന്ത് ആരോപിച്ചു. സംഘർഷം പടർന്ന സാഹചര്യത്തിൽ തങ്ങളുടെ പ്രവർത്തകർ ജില്ലയിലെമ്പാടും സംയമനം പാലിച്ചതുകൊണ്ടാണ് പ്രശ്നം രൂക്ഷമാകാത്തത്. കൊലപാതകം നടന്ന് സംഘർഷം നിലനിൽക്കവേ ക്രമസമാധാനം നിയന്ത്രിക്കേണ്ട ജില്ലാ പോലീസ് ഓഫീസിനു മുന്നിൽ MLA അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ സമരം നടത്തിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസ് ഉപരോധിച്ചു. മണിക്കൂറോളമാണ് ഒരു MLAയുടെ നേതൃത്വത്തിൽ ഉപരോധം നടന്നത്. ഈ മൊത്തം ജില്ലയുടെ ക്രമസമാധാനം പാലിക്കാൻ അവിടുന്ന് ഡയറക്ഷൻ പോകേണ്ടതും മറ്റുമായിട്ടുള്ള ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഉപരോധിച്ചതും ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ്. പ്രതികളെ ഉടൻ പിടികൂടണമെന്നും പോലീസ് കർശനമായ നടപടികൾ കൈക്കൊള്ളാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭാരതീയ ജനതാ പാർട്ടി കൊലപാതകത്തെ ശക്തമായിട്ടുള്ള ഭാഷയിൽ
അപലപിക്കുകയാണ്. ഈ കൊലപാതകത്തിന് കാരണക്കാരായിട്ടുള്ള പ്രതികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നും BJP ആവശ്യപ്പെടുകയാണ്. ഈ സംഭവത്തെ തുടർന്ന് കാസർഗോഡ് ജില്ലയിൽ വ്യാപകമായിട്ട് വർഗീയ ചേരിതിരിവുണ്ടാക്കി, കലാപമുണ്ടാക്കി, രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി മുസ്ലിം ലീഗും അതുപോലെ തന്നെ സ്ഥലം MLA നെല്ലിക്കുന്നും ശ്രമിച്ചു. ഈ കാര്യങ്ങളും കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അക്രമത്തിന് വിധേയരാകുമ്പോൾ, പോലീസിനെ അഭയം തേടുമ്പോൾ, പോലീസ് നോക്കിക്കുത്തികളായി അവരെ സഹായിക്കുന്നതിന് പകരം, അവരെ സംരക്ഷിക്കുന്നതിന് പകരം നിസ്സഹായരായിട്ട് നോക്കി നിന്നു. വാർത്താസമ്മേളനത്തിൽ പ്രമീള സി നായിക്, സുരേഷ് കുമാർ ഷെട്ടി, A. വേലായുധൻ, സഞ്ജീവ ഷെട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങൾ എന്ന മുദ്രാവാക്യത്തോടെ സംസ്ഥാന സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോഴും പിന്നോക്ക പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങൾ വികസന മുരടിപ്പിൽ. കാസർഗോഡ് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ ഇന്നും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിൽ ദുരിതമനുഭവിക്കുകയാണ്. കാസർഗോഡ് ഫിഷറീസ് UP സ്കൂൾ 6 വർഷം മുൻപ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും മെല്ലെപ്പോക്ക് നയം തുടരുകയാണ്. അടച്ചുറപ്പുള്ള ശുചിമുറിയോ ചുറ്റുമതിലോ ഇല്ലാത്ത കെട്ടിടത്തിൽ 7 ക്ലാസുകളിലായി 214 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അസൗകര്യങ്ങൾക്കിടയിൽ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കളാണ് മുഴുവൻ വിദ്യാർത്ഥികളും. ഇവർക്ക് നല്ലൊരു സ്കൂൾ അന്തരീക്ഷം ഒരുക്കി കൊടുക്കാൻ ശാസ്ത്രീയമായ രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട്. കിലോമീറ്ററുകളോളം നടന്ന് സ്കൂളിലെത്തുന്ന കുട്ടികളുടെ യാത്രാ ദുരിതം കണക്കിലെടുത്ത് ഈ ഭാഗത്തേക്ക് ഒരു ബസ് റൂട്ട് അനുവദിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് അധ്യാപകരുടെയും PTA കമ്മിറ്റിയുടെയും ആവശ്യം. ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടെങ്കിലും അതിൽ ടൈൽസ് ഇടാത്ത ഒരു പൊടി, അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരു പൂഴി, ക്ലാസ്സിലെപ്പോഴും പൂഴിയും പൊടിയൊക്കെ കയറുന്നതാണ്. അപ്പോൾ അതൊരു ടൈൽസ് ഇട്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ല ക്ലാസ് റൂമുകളായി മാറും. അങ്ങനെ 9 ക്ലാസ് മുറികളും വരാന്തയും ഇവിടെ ടൈൽസ് ഇടാൻ ബാക്കിയുണ്ട്. അതേപോലെ നമ്മളെ ടോയ്ലറ്റ് ഇവിടെ 6ഉം 2ഉം 8 ടോയ്ലറ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ 8 ടോയ്ലറ്റ് ഉണ്ടെങ്കിലും അത് കാലപ്പഴക്കത്താലും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കാരണവും അതിൻ്റെ വാതിലുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പോൾ അതവിടെ നമ്മൾ റിപ്പയർ ചെയ്താൽ അത് നിൽക്കാത്തൊരവസ്ഥയാണ്. സ്കൂളിന് സ്വന്തമായി ഒരു ബസ് ലഭിക്കുന്ന പക്ഷം യാത്രാ ദുരിതത്തിന് പരിഹാരമാകുമെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ളതെന്ന് പറയപ്പെടുന്ന സ്കൂളിൻ്റെ തെക്കുഭാഗത്തെ സ്ഥലം കൂടി സ്കൂളിന് കൈമാറുകയും ഹൈസ്കൂളായി ഉയർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്താൽ തുടർ പഠനത്തിന് കിലോമീറ്ററുകൾ താണ്ടേണ്ടി വരുന്ന ദുരവസ്ഥ ഒഴിവാക്കി കിട്ടുമെന്ന് അധ്യാപകരും രക്ഷിതാക്കളും പറയുന്നു. വിദ്യാലയ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെയെത്തിയ P. കരുണാകരൻ MP സ്കൂളിന് ഹൈടെക് ക്ലാസ് റൂം വാഗ്ദാനം ചെയ്തിരുന്നു. ഹൈടെക് ക്ലാസ് ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് തങ്ങളെന്ന് സ്കൂളിൻ്റെ പ്രധാനാധ്യാപകൻ്റെ താൽക്കാലിക ചുമതലയുള്ള വിനോദ് മാസ്റ്റർ KCN ന്യൂസിനോട് പറഞ്ഞു. ഒരു ക്ലാസ് റൂം, ഹൈടെക് ക്ലാസ് റൂമുകൾ ഇവിടെ ഇല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. ഇപ്പോൾ സർക്കാർ ഫണ്ടുകളൊക്കെ അനുവദിക്കുന്നത് കൂടുതൽ ഹൈസ്കൂളുകൾക്കാണ്. അപ്പോൾ നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ ഹൈസ്കൂൾ ഇവിടെ UP സ്കൂളുകൾക്കും അതുപോലെ പ്രൈമറി സ്കൂളുകൾക്കും അത് അനുവദിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ കമ്പ്യൂട്ടർ പഠനം അതുപോലെ ഹൈടെക് ക്ലാസ് റൂമുകളൊക്കെ വരികയുള്ളൂ. അപ്പോൾ ഹൈടെക് ക്ലാസ് റൂമിൻ്റെ അപര്യാപ്തതയുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങൾ എന്ന മുദ്രാവാക്യത്തോടെ സംസ്ഥാന സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോഴും പിന്നോക്ക പ്രദേശങ്ങളിലെ വികസന മുരടിപ്പ് ഇന്നും വിദ്യാലയങ്ങളെയും പിന്തുടരുകയാണ്. പ്രാണജലം പോലും വിദൂര സ്വപ്നമാകുന്ന ആശങ്ക പങ്കുവെച്ചുകൊണ്ട് ലോകം ജലദിനം ആചരിച്ചു. ജലസ്രോതസ്സുകൾ മലിനപ്പെടുത്തുന്നതിനെതിരെ ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് കുടിവെള്ളം സംരക്ഷിക്കുന്നതിന് ജാഗ്രത പുലർത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിലും പരിസ്ഥിതി സംഘടനകളുടെ കൂട്ടായ്മയിലും ലോകമെങ്ങും ശുദ്ധജല സംരക്ഷണ കൂട്ടായ്മ നടന്നു. നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും രൂക്ഷമായ വരൾച്ചയാണ് വരാനിരിക്കുന്നത് എന്ന മുന്നറിയിപ്പ് അധികൃതർ ഗൗരവത്തോടെ കണ്ടില്ലെന്നും കുടിവെള്ളക്ഷാമം നേരിടാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ കൈക്കൊള്ളേണ്ട നടപടികളിൽ വിമുഖത കാണിച്ചുവെന്നും സന്നദ്ധ സംഘടനകളും ആരോപിക്കുന്നു. ഇനിയും 2 മാസം കനത്ത ചൂട് തുടരുമെന്നാണ് അറിയിപ്പ്. ജില്ലയിലെ പല കോളനികളിലുമെത്തുന്ന ജലം അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും തികയുന്നില്ല എന്നതാണ് വാസ്തവം. ഈ നില തുടരുകയാണെങ്കിൽ ജില്ലയിലെ മലയോര മേഖലയിൽ നിന്നും പലായനം ചെയ്യേണ്ടി വരുമെന്ന ഭീതിയിലാണ് മിക്ക കുടുംബങ്ങളും. കാർഷികാവശ്യങ്ങൾക്കും മറ്റുമായി ഉപയോഗിക്കുന്ന അമിതജലത്തിന്റെ അളവ് പരമാവധി കുറയ്ക്കണമെന്ന് കലക്ടറിന്റെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പൊതുകുളങ്ങളും ജലസ്രോതസ്സുകളും അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നു എന്നതും ഭീതി ഉളവാക്കുന്നു. മഴക്കാലമെത്താൻ ഇനിയും മാസങ്ങളുണ്ട്. കൊടും വരൾച്ചയും വേനൽച്ചൂടും താങ്ങാവുന്നതിലുമേറെയായി.
കനത്ത ചൂടും കുടിവെള്ളക്ഷാമവും ജില്ലയിലെ മലയോര ഗ്രാമങ്ങളിലെ ജീവിതത്തെ നരകതുല്യമാക്കിയിരിക്കുകയാണ്. 2-3 കുഴൽക്കിണർ കുത്തിവാഴുന്ന നഗരത്തിലെ തമ്പുരാക്കന്മാർക്ക് കുടപിടിക്കുന്ന ഭരണാധികാരികൾ ഗ്രാമജീവിതത്തിന്റെ ധന്യത കൂടി മനസ്സിലാക്കിയാൽ നന്ന്. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് ജില്ലാ ക്ഷീരസംഗമവും റീജിയണൽ ഡയറി ലബോറട്ടറി ഉദ്ഘാടനവും മാർച്ച് 24-25 തീയതികളിലായി സംഘടിപ്പിക്കും. ജില്ലയിലെ ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീരസഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ഷീരവികസന വകുപ്പിന്റെയും കാസർഗോഡ് ജില്ലയിലെ ക്ഷീരസഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്തുകൾ, മിൽമ എന്നിവയുടെ സഹകരണത്തോടെ റീജിയണൽ ഡയറി ലബോറട്ടറിയുടെ ഉദ്ഘാടനവും കാസർഗോഡ് ജില്ലാ ക്ഷീരസംഗമവും മാർച്ച് 24-25 തീയതികളിലായി വിവിധ പരിപാടികളോടെ നടത്തും. ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് ക്ഷീരവികസന സെമിനാർ, ക്ഷീരകർഷകരെ ആദരിക്കൽ, കന്നുകാലി പ്രദർശനം എന്നിവയും സംഘടിപ്പിക്കുമെന്നും ക്ഷീരസംഗമം റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷീരവികസന വകുപ്പിൻ്റെ കാസർഗോഡ് റീജിയണൽ ലാബിൻ്റെ ഉദ്ഘാടനം മാർച്ച് മാസം 24-ാം തീയതി രാവിലെ 10:30 ക്ഷീരവികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജു അവറുകൾ നിർവഹിക്കുന്നു. കാസർഗോഡ് ജില്ലാ ക്ഷീര കർഷക സംഗമവും ഇതോടനുബന്ധിച്ച് നടത്തുന്നു. ശ്രീ E. ചന്ദ്രശേഖരൻ അവറുകളാണ് ക്ഷീര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. ജില്ലയിലെ MLA മാർ, MP മാർ, അതേപോലെ തന്നെ ജില്ലാ കളക്ടർ, ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ എന്നിവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ക്ഷീരവികസന വകുപ്പിൻ്റെ ധനസഹായത്തോടുകൂടി 3.5 കോടി രൂപ മുടക്കിയാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. വാർത്താസമ്മേളനത്തിൽ H. ശിവരാമ ഭട്ട്, ജോഷി ജോസഫ്, അഞ്ജു കുര്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUCയുടെ നേതൃത്വത്തിൽ ചെർക്കള സെക്ഷൻ പരിധിയിലെ 3 വീടുകളിൽ സൗജന്യ വയറിംഗ് ജോലികൾ പൂർത്തീകരിച്ചു. സ്വിച്ച് ഓൺ കർമ്മം DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ നിർവഹിച്ചു. MS റാവുത്തർ മെമ്മോറിയൽ ട്രസ്റ്റ് സൗജന്യ വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന്റെ ഭാഗമായാണ് കാസർഗോഡ് ഡിവിഷൻ ചെർക്കള സെക്ഷന്റെ പരിധിയിലുള്ള 3ഓളം വീടുകളിൽ വയറിംഗ് നടത്തിയത്. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUCയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയുടെ സ്വിച്ച് ഓൺ കർമ്മം DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ നിർവഹിച്ചു. കോട്ടൂരിലെ ലക്ഷ്മി, നെല്ലിക്കട്ട ബിലാൽ നഗറിലെ യശോദ, ലക്ഷ്മി എന്നിവരുടെ വീടുകളിലെ വയറിംഗ് ജോലിയാണ് പൂർത്തീകരിച്ചത്. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായ വെളിച്ചം അത് പകർന്നു നൽകി ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം ഇവിടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ നടത്തിയിരിക്കുകയാണ്. ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം. വെള്ളവും വെളിച്ചവുമാണ് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഏറ്റവും അർഹരായ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ പരാധീനതകളും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ അവകാശികളെ കണ്ടെത്തി ഇവിടെ നടത്തിയ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം ഒരുപക്ഷെ സമൂഹത്തിൻ്റെ തന്നെ ആദരവ് തെറ്റുന്നുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇവിടെ സംഘടന മുമ്പോട്ട് വന്നിരിക്കുന്നത്. പരിപാടിയിൽ കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി A. ഷാഹുൽ ഹമീദ്, രാമകൃഷ്ണൻ, ബഷീർ, ഷെരീഫ്, ഗോപാലകൃഷ്ണൻ, A. പുരുഷോത്തമൻ നായർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. മകനെ അന്വേഷിച്ചെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളെ മർദ്ദിച്ചുവെന്ന് മഞ്ചേശ്വരം കുണ്ടുകുളക്ക നിവാസി MK ഇബിനപ്പ. മാർച്ച് 17-ന് വീട്ടിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ മുഹമ്മദ് ഷിഹാബിനെ ബലമായി കൊണ്ടുപോവുകയായിരുന്നുവെന്ന് MK ഇബിനപ്പ മഞ്ചേശ്വരത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഞ്ചേശ്വരം കുണ്ടുകുളക്കയിൽ മകനെ അന്വേഷിച്ചു വന്ന പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളെ മർദ്ദിച്ച് മകൻ മുഹമ്മദ് ഷിഹാബിനെ ബലമായി കൊണ്ടുപോയതായി മുഹമ്മദ് ഷിഹാബിന്റെ പിതാവ് MK ഇബിനപ്പ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മുഹമ്മദ് ഷിഹാബ് ഒരു കേസിൽപ്പെട്ട് 2 കൊല്ലം ശിക്ഷ അനുഭവിച്ച് തിരിച്ചെത്തിയതിനു ശേഷമാണ് വീണ്ടും മകനെ അന്വേഷിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ മാർച്ച് 17-ന് വീട്ടിൽ അതിക്രമിച്ചു കയറുകയും തങ്ങളെ മർദ്ദിച്ച് മകനെ ബലമായി കൊണ്ടുപോയതെന്നുമാണ് ആരോപണം. ದಬ್ಬಾಳಿಕೆ ಮಾಡಿ 8 ಜನ ಪೊಲೀಸ್ನವರು ಕೋಣಾಜಿಯಿಂದ ಬಂದು ನನ್ನ ಮಗನನ್ನು ಹಿಡಿದುಕೊಂಡು ಹೋಗಿದ್ದಾರೆ. ಎಲ್ಲಿದ್ದಾನೆಂದು ಇದುವರೆಗೆ ನಮಗೆ ಸಿಕ್ಕಲಿಲ್ಲ. ಏನು ರಿಪ್ಲೈ ಸಿಕ್ಕಲಿಲ್ಲ. ನಾನು 3 ದಿವಸ ಕಾಸರಗೋಡು ಗೌರ್ಮೆಂಟ್ ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಅಡ್ಮಿಟ್ ಆಗಿ ನನ್ನ ಕಾಲಿಗೆ ಕೈಗೆಲ್ಲ ಹೊಡೆದು ನನ್ನ ಹೆಂಡತಿನ ಹೊಡೆದು ಮಕ್ಕಳನ್ನು ಹೊಡೆದು ಪೊಲೀಸ್ನವರು ಮನೆ ನುಗ್ಗಿ ನನ್ನ ಮಗನನ್ನು ಕೊಂಡೋಗಿದ್ದಾರೆ. ಎಲ್ಲಿದ್ದಾನೆಂದು ಇದುವರೆಗೆ ನಮಗೆ ರಿಪ್ಲೈ ಸಿಕ್ಕಲಿಲ್ಲ. മഞ്ചേശ്വരത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് ഇബിനപ്പ ഇക്കാര്യം അറിയിച്ചത്. ഉദ്യാവാര 1000 ജമാഅത്ത് ജുമാ മസ്ജിദ് ആണ്ട് നേർച്ച മാർച്ച് 29 മുതൽ ഏപ്രിൽ 2 വരെ നടത്തും. മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്യാവാര 1000 ജമാഅത്ത് ജുമാ മസ്ജിദ് ആണ്ട് നേർച്ച മാർച്ച് 29 മുതൽ ഏപ്രിൽ 2 വരെ സംഘടിപ്പിക്കും. ദർഗാ ഷെരീഫ് പ്രസിഡന്റ് മുഹമ്മദ് മോനു ഹജി പതാക ഉയർത്തുന്നതോടെ പരിപാടിക്ക് തുടക്കമാകും. പള്ളി പ്രസിഡന്റ് അത്താവുള്ള തങ്ങളുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വർഷം തോറും നടത്തിവരാനുള്ള
മക്കാം ഷെരീഫിലെ ആണ്ട് നേർച്ച 2017 മാർച്ച് മാസം 29 മുതൽ ഏപ്രിൽ 2 വരെ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. മാർച്ച് മാസം 29-ാം തീയതി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റും ഉദ്യാവരം 1000 ജമാഅത്തിന്റെ സംയുക്ത ഖാസിയും കൂടിയായ ബഹുമാന്യനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഉദ്യാവരം 1000 ജമാഅത്ത് പ്രസിഡന്റ് സയ്യിദ് അത്താഉല്ലാ തങ്ങൾ അവരുടെ അധ്യക്ഷതയിൽ നടക്കുന്ന മതവിജ്ഞാന സദസ്സിലേക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. മഞ്ചേശ്വരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പള്ളിക്കുഞ്ഞി ഹാജി, സൂഫി ഹാജി നിസാർ, ബഷീർ, ഹമീദ് കജെ, നാസിർ BS നഗർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലയിലെ മികച്ച പച്ചക്കറി കർഷകനെ കണ്ടെത്താനുള്ള കൃഷിവകുപ്പിന്റെ പരിശോധന ആരംഭിച്ചു. നാമനിർദ്ദേശം ലഭിച്ച കർഷകരുടെ കൃഷിയിടങ്ങൾ ജില്ലാ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. ജില്ലയിൽ മികച്ച കർഷകനെ കണ്ടെത്തുന്നതിനായാണ് നാമനിർദ്ദേശം ലഭിച്ച കർഷകരുടെ തോട്ടങ്ങൾ കൃഷിവകുപ്പ് ജില്ലാ ഉദ്യോഗസ്ഥർ സന്ദർശിക്കുന്നത്. നീലേശ്വരം തൈക്കടപ്പുറത്ത് ഇ ശശിധരൻ്റെ കൃഷിയിടത്തിൽ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി കൃഷി വിലയിരുത്തി. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഷീല പണിക്കർ, മേരി തോമസ്, അസിസ്റ്റന്റ് ഡയറക്ടർ വിജയേശ്വരി നമ്പീശൻ, കൃഷി ഓഫീസർ KP രേഷ്മ എന്നിവർ സംഘത്തിനുണ്ടായിരുന്നു. നാടൻ പച്ചക്കറികൾക്ക് പുറമെ ഉള്ളി, ബീട്രൂട്ട്, ക്യാരറ്റ്, മല്ലി, ചോളം എന്നിവയും ശശിധരൻ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. കേരള ഗ്രാമീൺ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ആൻഡ് ഓഫീസേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഗ്രാമീൺ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെയും ഓഫീസേഴ്സ് യൂണിയന്റെയും കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. ഗ്രാമീൺ ബാങ്ക് സ്വകാര്യവൽക്കരണ നീക്കം തടയണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ജീവനക്കാർക്ക് സ്പോൺസർ ബാങ്കിന് തുല്യമായ പെൻഷൻ അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാ തലങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ജനാധിപത്യാവകാശങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും നാളിതുവരെ നാം നേടിയെടുത്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും പൗരാവകാശവുമെല്ലാം ഹനിക്കുന്ന രീതിയിലേക്കുള്ള സമീപനമാണ് വിദേശ ശക്തികളുടെ, കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ ഇത്തരം കടന്നാക്രമണങ്ങൾക്ക് വേദിയൊരുക്കി കൊടുക്കാനുള്ള ഒരു ശ്രമത്തിലൂടെ ഇന്ത്യ ഗവൺമെൻറ് ഇന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് സംഘക്കരുത്തിൻ്റെയും സമരശേഷിയുടെയും അനിവാര്യത നമ്മെ ബോധ്യപ്പെടുന്നത്. കഴിഞ്ഞ കാലങ്ങൾ, നിരവധി കാലങ്ങൾ, ഒരുപക്ഷെ ബാങ്കിങ് മേഖലയിലും അതുപോലെ തന്നെ ഇത്തരം സംഘടനാ സംവിധാനങ്ങളും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുമെല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നല്ല രീതിയിൽ ഇടപെടൽ ശേഷി വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടത്ര കഴിയാതെ വന്നിരുന്നെങ്കിൽ ഇതിനു മുമ്പേ തന്നെ രാജ്യം എല്ലാ തരത്തിലും അപായപ്പെടുകയായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിലെല്ലാം അവകാശബോധമുള്ളവരായി തൊഴിലാളികളും ജീവനക്കാരും മാറിക്കൊണ്ടിരിക്കുകയാണ്. AK പ്രേമരാജൻ അധ്യക്ഷനായി. P കുമാരൻ നായർ, P ഗണേശൻ, V രാഘവൻ, P അപ്പക്കുഞ്ഞി, KG ദിവാകരൻ, V പ്രഭാവതി, V വിജയൻ, പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. കേരള മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. കുന്നുമ്മൽ IMA ഹാളിൽ നടന്ന കൺവെൻഷൻ K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് IMA ഹാളിൽ വെച്ചാണ് നടന്നത്. K കുഞ്ഞിരാമൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും ഒരുപോലെ വിശ്വസിക്കാൻ ആളുകളില്ലാണ്ടാകുന്ന എനിക്ക് ഉറപ്പാണ്. എത്രയോ അനുഭവം നമ്മുടെ മുമ്പിൽ. അപ്പോൾ അതിന് നിങ്ങൾക്ക് പങ്കുവയ്ക്കുക. കാരണം നിങ്ങൾ പരിശോധിക്കേണ്ടി മാത്രമാണ്. പരിശോധിച്ച് നമ്പർ കൊടുക്കുക, നമ്പർ ഡോക്ടറുമായി ബന്ധപ്പെട്ട ആളോട് പറയാം, ഇത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ കാലത്ത് ലോകം തന്നെ വലിയ പങ്കാണ് ഈ ലാബറട്ടറി വഹിക്കുന്നത് എന്നത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് നിങ്ങൾക്ക് ആശങ്കപ്പെടുകയാണ് പുതിയ ബില്ലുമായി ബന്ധപ്പെട്ട്. പുതിയ ബില്ല് തന്നെ കേന്ദ്ര ഗവൺമെൻറ് ബില്ലിനെ ആസ്പദമാക്കിയാണ് ഈ ബില്ല്. സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരുന്ന ബില്ലിനെ വേണ്ടാന്നുള്ളത് നമുക്ക് ആയിരിക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ പിന്നെ നമ്മുടെ വടക്കേക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചില പ്രദേശങ്ങളിലെ കാര്യങ്ങളിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അത് ആവശ്യം വന്ന രീതിയിലാണ് ഇന്ത്യ ഗവൺമെൻറ് അത് കൊണ്ടുവരുന്നത് പ്രധാനപ്പെട്ട ഘടകം. ജില്ലാ പ്രസിഡന്റ് K രാജേന്ദ്രൻ അധ്യക്ഷനായി. IMA പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണകുമാരി, PC കിഷോർ, K രാജേഷ്, രതീഷ്, K ശ്രീധരൻ, മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ രമേശ് കുമാർ ക്ലാസ് കൈകാര്യം ചെയ്തു. പാലിയേറ്റീവ് നഴ്സുമാരുടെ തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് പാലിയേറ്റീവ് നഴ്സിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. പാലിയേറ്റീവ് നഴ്സുമാർക്ക് മിനിമം വേതനം നടപ്പിലാക്കണമെന്ന് പാലിയേറ്റീവ് നഴ്സിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് നടന്ന ജില്ലാ സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P രാഘവൻ ഉദ്ഘാടനം ചെയ്തു. അത് ഗവൺമെൻറ് മാറ്റുകയും മുതലാളിമാരെ ഏൽപ്പിക്കുകയും ചെയ്യാം. അവിടെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഗവൺമെൻറ് ജീവനക്കാരെ അംഗീകരിക്കുന്നത്. അപ്പോൾ എങ്ങനെ അംഗീകരിക്കുമെന്ന് ചോദിച്ചാൽ അംഗീകരിക്കണമെന്നതാണ് നമ്മുടെ ആവശ്യം. ഇപ്പോൾ ഞാൻ നേരത്തെ ജിയോമസിനെ പറ്റി പറഞ്ഞ കാര്യം 930 കാലഘട്ടത്തിൽ ജന്മിത്വം അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യം വിളിച്ചവരാണ് ജിയോമസും അതുപോലുള്ള ആൾക്കാർ. അപ്പോൾ ചോദിച്ചവരുണ്ട്
ഈ മലയോട് കലമറിയാൻ പോയാലെന്താവും? കലം മുറിഞ്ഞു അല്ലേ? മലയൊന്നും ആവില്ലല്ലോ. അങ്ങനെയുള്ളതാണ് കേരളത്തിലെ നാടുവാഴിത്വം എന്ന് പറയുന്നത്. അവരോട് കൃഷിക്കാർ സമരം നടത്തിയാൽ എന്താവും എന്ന് ചോദിച്ചവരില്ല. കൃഷിക്കാരൊന്നും ആദ്യം സംഘടനയിലേക്ക് പോകാൻ തയ്യാറായിരുന്നില്ല. പിന്നെയാണ് മെല്ലെ മെല്ലെ കൃഷിക്കാർ സമരം ചെയ്യാൻ വേണ്ടി പോയത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ ഓമന അധ്യക്ഷയായി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രസന്നകുമാരി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് DV പ്രീത, യൂണിയൻ ജോയിന്റ് സെക്രട്ടറി P പ്രീത തുടങ്ങിയവർ പ്രമേയം അവതരിപ്പിച്ചു. ജില്ലയിലെ റീസർവേയുടെ പ്രവർത്തനങ്ങളുടെ ഒരുക്കങ്ങൾ തുടങ്ങി. 12 വില്ലേജുകളിലെ സർവേ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. റീസർവേ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി ഉദ്യോഗസ്ഥർക്കായുള്ള പരിശീലനം ആരംഭിച്ചു. ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലെ 10 വില്ലേജുകളിലാണ് റീസർവേ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഉദുമ, പള്ളിക്കര, കീക്കാൻ, ചിത്താരി, അജാനൂർ, ഹോസ്ദുർഗ്, ചെറുവത്തൂർ, പിലിക്കോട്, മാണിയാട്ട് വില്ലേജുകളിലാണ് റീസർവേ പ്രവർത്തനം നടക്കുന്നത്. കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകളിലായി 12 വില്ലേജുകളിൽ നേരത്തെ സർവേ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. റീസർവേ പ്രവർത്തനത്തിനായി 400ഓളം ഉദ്യോഗസ്ഥരെ നിയമിച്ചു കഴിഞ്ഞു. പരാതിരഹിതമായ റീസർവേ പ്രവർത്തനങ്ങൾ നടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. റീസർവേ പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഉദ്യോഗസ്ഥന്മാർക്കുള്ള പരിശീലന പരിപാടികൾ ജില്ലയിൽ ആരംഭിച്ചു. കാഞ്ഞങ്ങാട് ബേക്കൽ ക്ലബ്ബിൽ ജില്ലാതല പരിശീലന ശില്പശാല നടന്നു. 3 മാസത്തോളം ഫീൽഡ് പ്രവർത്തനമാണ് ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകുന്നത്. 6 മാസം കൊണ്ട് റീസർവേ പൂർത്തീകരിക്കാനാണ് റവന്യൂ വകുപ്പ് ലക്ഷ്യമിടുന്നത്. അതിർത്തി തർക്കങ്ങളും മറ്റും പരിഹരിക്കുന്നതിനായി ജനകീയമായ രീതിയിൽ റീസർവേ നടത്താനുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. 1 നൂറ്റാണ്ടോളം പഴക്കമുള്ള റെക്കോർഡുകളാണ് റവന്യൂ വകുപ്പുകളിൽ ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നത്. വർഷങ്ങളായി ഇത്തരം റെക്കോർഡുകളിലും ഭൂമിയിലുമുണ്ടായ മാറ്റങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഇവയ്ക്കും പരിഹാരമുണ്ടാക്കാൻ റീസർവേ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തുന്നത്. ഭൂമിയുടെ അളവുകൾ കൃത്യമാകുന്നതോടെ കയ്യേറ്റങ്ങളും കണ്ടെത്താൻ സാധിക്കും. പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമായി കാഞ്ഞങ്ങാട് നടന്ന ശില്പശാല സർവേ ഭൂരേഖ വകുപ്പ് ഡയറക്ടർ K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശില്പശാലയിൽ റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കാനെത്തി. റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിൽ നടക്കുന്ന റീസർവേ കുറ്റമറ്റതാക്കാൻ വലിയ മുന്നൊരുക്കങ്ങളാണ് വകുപ്പ് തലത്തിൽ നടന്നുവരുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ വീണ്ടും. മദ്രസാധ്യാപകന്റെ കൊലപാതകം, അന്വേഷണം ഊർജിതം. 30ഓളം പേർ പോലീസ് കസ്റ്റഡിയിൽ. കാസർഗോഡ് ഹർത്താലിനിടെയുണ്ടായ സംഘർഷത്തിൽ 200-ലേറെ പേർക്കെതിരെ കേസ്. ഏരിയാലിൽ പോലീസ് അക്രമം നടത്തിയെന്നാരോപിച്ച് വ്യാപാരികൾ ഹർത്താൽ ആചരിച്ചു. മദ്രസാധ്യാപകന്റെ കൊലപാതകം, രാഷ്ട്രീയ മുതലെടുപ്പിന് ചിലർ ശ്രമിക്കുന്നുവെന്ന് BJP. പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആസൂത്രിത ശ്രമമെന്നും ആരോപണം. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ. അടച്ചുറപ്പുള്ള ശുചിമുറിയോ ചുറ്റുമതിലോ ഇല്ലാതെ ദുരിതം പേറി വിദ്യാർത്ഥികൾ. മാർച്ച് 22 ലോക ജലദിനം. പ്രാണജലം പോലും കിട്ടാതാകുന്ന കാലത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും ജലസ്രോതസ്സുകൾ മലിനമാകുന്നതിനെതിരെ ബോധവൽക്കരണം നടത്തിയും ലോകമെങ്ങും ആരോഗ്യ സംഘടനകളും പരിസ്ഥിതി സൗഹൃദ സംഘങ്ങളും ജലദിനം ആചരിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.